അപ്പോൾ നമ്മളിന്നിപ്പം ഗവിക്കുവാണ്. കോതമംഗലം ബസ് സ്റ്റാൻഡിലാണ്. കോതമംഗലം KSRTC സ്റ്റാൻഡിൽ കോതമംഗലത്ത് നിന്ന് ഗവി ഒരു യാത്ര. സമയം രാവിലെ 4 മണിയാണ്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ പത്തനംതിട്ട പോയിട്ട് നമ്മൾ വണ്ടി കൊടുത്ത് വേറെ വണ്ടി കയറിയാണ് പോകുന്നത്. നമ്മൾ ഒരാഴ്ച പുറകെ ഇറങ്ങി വണ്ടി സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരാഴ്ച അല്ല 2 ആഴ്ച വണ്ടി കയറ്റി പണം സെറ്റ് ചെയ്തിട്ട് എല്ലാ പണിയും കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 4 മണിക്ക് തന്നെ കോതമംഗലത്തിൽ പോയി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാനറിയാത്ത കുറേ ആളുകളും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫുൾ ഓണാണ്. എല്ലാവരും 3:30 തന്നെ വന്ന് യാത്രയ്ക്കായിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ പത്തനംതിട്ട എത്തി. ഇവിടെ ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. സമയം 6:30 ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം പത്തനംതിട്ട എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിക്കുക. എല്ലാവരും എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരും. നല്ലതായിരിക്കും. അവരോട് പരസ്പരം എല്ലാവരും അറിഞ്ഞിരിക്കുക. നമ്മൾ 33 പേരാണ് നമ്മുടെ വണ്ടിയിലുള്ളത്. അത് എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കുക. മലയുടെ സുരതിലെ പുളകിത നിമിഷമേ മനസ്സിന്റെ മധുകണം അനുഭവം അതിലധികേ ഇവരൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ വന്നവർ. നഷ്ടപ്പെട്ടില്ല. അടുത്തതിന് കേൾക്കാം. കൊട്ടോഞ്ചിയൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. ജാക്കറ്റൊക്കെ ഇപ്പം ഇതോടെ മേടിച്ചുകൊണ്ട് പോകും. മേടിച്ചാ പോലെ പറയണോ? എല്ലാവരും ജാക്കറ്റൊക്കെ റെഡിയാവും. അത് തിരിഞ്ഞു പോയില്ല സാറേ. തിരിച്ചിടോ കളറുള്ള ഭാഗം. ഒരു വഞ്ചിയിൽ 4 പേരാണ് കയറ്റുള്ളൂ. 4 പേര് 4 പേര് വെച്ചാണ് പോണത്. ഇവരെല്ലാവരും നമ്മുടെ കൂടെ വന്നവരാണ്. അത് കുഴപ്പമില്ല നോക്കട്ടെ. ഓരോടെ ഒന്ന് പോലെ എനിക്കും കൂടെ ടീസവാ. ആ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ.
ഒരു ദിവസം ഗവിയിലേക്ക് ഇതുപോലത്തെ 3 ബസ് മാത്രമാണ് ആകെ കടത്തി വിടുകയുള്ളൂ. അതിനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പോൾ ചേച്ചി ഉണ്ണിയപ്പൊക്കെ വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും എല്ലാവരും. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. ഗവിയിലേക്ക് നമ്മൾ കയറുവാണ്. കിലോമീറ്റർ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെയാണ് 92 കിലോമീറ്റർ. നമ്മൾ ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ ഏകദേശം 1:30 ആവും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഡാമുകൾ, നമുക്ക് 5 ഡാമുകൾ കാണുന്നുണ്ട്. 5 ഡാമുകൾ നമ്മൾ 5 ഡാമിൽ നിർത്തിയല്ല, വലിയ ഡാമുകൾ മാത്രമേ നിർത്തിയുള്ളൂ. പിന്നെ എവിടെയും ഇറങ്ങിയാൽ 5 മിനിറ്റ് ടൈം, അധികം വേസ്റ്റ് ആക്കാതെ നമ്മൾ കയറിക്കോളും. നമ്മൾ 5 മണിക്ക് മുന്നേ പരുന്തുംപാറ ചെന്നാൽ എന്തുവരെ നമുക്ക് കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റുള്ളൂ. മഞ്ഞ് നോക്കിയാണ്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും 2 സൈഡ് ഇരിക്കുന്നത് തല കയ്യെ വെളിയിടുന്നത്. ആന പിടിച്ചോണ്ട് പോകത്തില്ല. അതിനേക്കാളും വലുതാണ് ഈ ഈറ്റ. 8ഉം 10ഉം കുത്തിക്കേട്ട് ഓരോരുത്തർക്ക് കിട്ടുന്നത്. 260 ഇനം പക്ഷികളുണ്ടെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഈ മലയിൽ, ഈ കാടിനകത്ത്. ഇവിടെ കൈയും തലയും പുറത്തിടരുത്, ഫുള്ള് ഈറ്റയാണ്. ഡാമുകൾ പണിയാൻ വേണ്ടി അന്നിവിടെ റോഡില്ലായിരുന്നു. തുരങ്കം വഴിയാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയത്. തുരങ്കം വഴി കൊണ്ടുവന്ന ഓക്സിജൻ വേണമായിരുന്നു. അതിനുള്ള ഓക്സിജൻ പ്ലാനാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മിഷനറിയൊക്കെ നടക്കുന്നത്. ആ പൈപ്പാണ് പെൻസ്റ്റോപ്പ് പൈപ്പ്. കക്കി ഡാമിൽ നിന്ന് ഈ ഡാമിലേക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ആ പെൻസ്റ്റോപ്പ് പൈപ്പ് വഴിയാണ് വെള്ളം എത്തിക്കുന്നത്. ഏകദേശം എത്ര വർഷം പഴയതായിരിക്കും? ബ്രിട്ടീഷുകാരുടെ ഇതെങ്ങോട്ട് ഈ വെള്ളം കൊണ്ടുപോകണം ഏട്ടാ? ഇത് കക്കി ഡാമിൽ നമ്മൾ ആദ്യം കണ്ട ഇതില്ലേ, മൂഴിയ ഡാം. മൂഴിയ ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നു പവറിന് വേണ്ടി. ഗവിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാട്ടോ. നമ്മൾ ഗവിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡാം മാത്രമേ ഉള്ളൂ. ഈ ഗവിയിലേക്ക് വന്ന വഴിയും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. വന്ന വഴിയാണ്, കാടാണ് ഫുള്ള്. വന്ന വഴിയും ഇതുപോലത്തെ കാടുകളും ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പെൻസ്റ്റോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. അത് വന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തിയതാണ്. ഇത് കറുകപ്പട്ടയാണ്, കറുകപ്പട്ട. അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ പറിക്കണം നോക്കാനായിട്ട്. ഇത് ഒടിച്ചാലും മുളച്ചു വരും കേട്ടോ. ഇനി ഒടിച്ച് കളഞ്ഞെന്നും പറഞ്ഞ് ആരും പറയരുത്. ഇത് കൊമ്പൊക്കെ ഒടിക്കുന്നതോറും ഇത് മുളച്ചു വന്നുകൊണ്ടിരിക്കും. കറുകപ്പട്ട, മുട്ടനാന, അടിപൊളി. പുതിയ ആനയെ കണ്ടോ? കക്കി ഡാമാണുണ്ടത്. കക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ്. കക്കി ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. കക്കി ഡാം, കക്കി ഡാമിൻ്റെ റിസർവോയറാണിട്ടത്. അടിപൊളി വ്യൂ.
നമ്മളിപ്പോൾ കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ് പോണേ. കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. 1050 അടി ഹൈറ്റാണ്. ഈ കാണുന്ന മല ശബരിമലയാണ് കേട്ടോ. അങ്ങാക്കലെ ഈ കാണുന്ന പുല്ലുമേടാണ് കേട്ടോ. ശബരിമലയിൽ മകരവിളക്കൊക്കെ തെളിയുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മകരവിളക്കൊക്കെ തെളിയാൻ കാണാൻ പറ്റും. ഈ കാണുന്ന സ്ഥലം കണ്ടോ, ആണ് പുൽമേട്. ഇതിപ്പം കക്കി ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് പുല്ലുമേട്. ഇപ്പം ദേ ഇതാണ് കക്കി ഡാം. ഇതാണ് കേട്ടോ ഡാമിൻ്റെ വ്യൂ. ഏകദേശം 1500 അടി താഴ്ചയുണ്ട് ഏകദേശം ഡാമിന്. നമ്മൾ ആദ്യം പറഞ്ഞ പുല്ലുമേട് ഈ കാണുന്നതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറം ശബരിമല കണ്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വൈഡ് വ്യൂ. ഇതാണ് നമ്മുടെ വെഹിക്കിൾ കയറി വന്നെങ്കിൽ നേരത്തെ പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രം കേട്ടോ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ ഇതിൽ കയറ്റി വിടുള്ളൂ. അല്ലാണ്ട് നമുക്ക് കയറി വരാൻ പറ്റില്ല. നമ്മുടെ വണ്ടി ഇത് അവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇതിന് മുകളിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ഏകദേശം 10,000-ഓളം ആളുകൾ ഡാം പണിയാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാണാനായിട്ട് പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞ ഒരു തിയേറ്ററാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നസീറിൻ്റെ ആ സിനിമ തന്നെയാണ് ഇവിടെ ഓടിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. ഈ മുകളിലായിട്ടാണ് ആ തിയേറ്റർ. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മുകളിൽ. ഇപ്പോൾ കക്കി ഡാമാണ്. മീൻ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ആദിവാസികൾക്ക് ജോലി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാണ് എക്കോ പാറ. നമ്മളിപ്പോൾ കണ്ട കക്കി ഡാമില്ലേ, കക്കി ഡാമിലേക്കും നമ്മളിനി പോകുന്ന ഡാമിലേക്കൊക്കെയുള്ള കല്ലുകൾ, ഡാമിന് പണിയാൻ ആവശ്യമായ കല്ലുകളെല്ലാം പൊട്ടിച്ചെടുത്ത് വിടുന്നതാണ് കേട്ടോ. ഇതാണ് സ്ഥലം. അപ്പോൾ ദേ ഇവിടെ ആളാൻ വീതം കൂവുണ്ട് എല്ലാവരും നിന്ന്. ഇതാണ് എക്കോ പാറ. എല്ലാം ദേ പൊട്ടിച്ചെടുത്തേക്കണുണ്ടോ, ലെയറായിട്ട്. ഇവിടം തൊട്ടേ പാറ ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് അവിടം വരെ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗവിക്ക് വരുമ്പോൾ കാണണ്ടേ വണ്ടി നിർത്തി കാണാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കൂവാനറിയാവുന്നവർക്കൊക്കെ നന്നായിട്ട് കൂവുകയും ചെയ്യാം. ആ ഓർഡിനറി സിനിമയിൽ ചാടുന്ന ലാസ്റ്റ് ആ ഒരു സീനൊക്കെ ഇവിടെയാണല്ലോ എടുത്തേക്കണേ. ഈ ഡാമിൽ നിന്നാണ് എടുത്തേക്കണേ. ഇത് ഫുള്ള് കല്ല് വെച്ചിട്ടാണ് ചെയ്തേക്കണത്. നമ്മളിപ്പോൾ കണ്ട ആ പാറ പൊട്ടിച്ചിട്ടില്ലേ, ആ പാറ പൊട്ടിച്ചേക്കണ ഫുള്ളും ഇവിടെ കല്ല് വെച്ചിട്ടാണ് ചെയ്തേക്കണേ കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ എടുക്കും, പോണ വഴിക്കൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. ഈ ഗവിക്ക് തന്നെ വഴിക്ക് 5 ഡാമുകളാണ് കേട്ടോ. 5 ഡാമുകളും ബ്രിട്ടീഷുകാർ പണിതാണ്. ഈ കാണുന്ന പാറയൊക്കെ ഉണ്ടല്ലോ, ആളുകൾ നിന്ന് കൈകൊണ്ട് പൊട്ടിച്ചതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1967 ഇതെല്ലാം പണിതത്.
പണി തുടങ്ങിയതൊക്കെ എല്ലാ മനുഷ്യന്മാരെ കൈകൊണ്ട് നിന്ന് പൊട്ടിച്ചതാണ്. മിഷനറീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി കണ്ടോ. അപ്പോൾ വേറെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നമ്മളോട് കമ്പനി ഓടാനായിട്ട്. പെരിയാർ ഈസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് വണ്ടിയുടെ പാസ്സൊക്കെ എടുത്താലാണ് അകത്തേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. പെരിയാർ ഈസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മളെ വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളിപ്പം സമയം 2 മണിയാവണു. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് നോക്കി. KCBയുടെ ഒരു ചെറിയ ക്യാൻറ്റീനാണ്. അവിടെ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അത്രയും പേർക്കുള്ള ഫുഡും കാര്യങ്ങളും. അപ്പോൾ അതേ നമ്മുടെ വണ്ടി എടുത്ത് നോക്കി. കട്ട ആംബിയൻസ് ആണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ കയറി വരുന്ന വഴിക്ക് വേറെ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഇതൊരു ക്യാൻറ്റീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പം ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. അത് കുഴപ്പമില്ല, കഴിച്ച് ഇപ്പോൾ എഴുന്നേക്കാലോ. നാടൻ സെറ്റപ്പ്. ഇത് മീനാണോ ജി? നമ്മുടെ ഡാമിൽ മീനാണ് വറക്കണേ. കക്കി ഡാമിൽ മീനാട്ടോ കൊടുക്കുന്നത്. ക്യാൻറ്റീനിൽ പുറത്ത് ചേച്ചി മീനൊക്കെ വെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മീൻ്റെ പേരെന്താ? കുയിൽ. എന്നാണുണ്ടോ മീൻ? നല്ല വിറകടുപ്പിൽ വറുത്ത് സെറ്റാവണം. കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്. ചോറും കറിയൊക്കെ ഇവിടെ ചേട്ടന്മാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടനാണെന്നുണ്ട് ഇത്ര നേരം നമ്മുടെ സാരഥി. പിന്നെ ഊണ് കഴിച്ചിട്ടാണോ? എല്ലാം റെഡി ആട്ടോ, സെറ്റാണ്. അപ്പോൾ അതേ നമ്മൾ ഊണൊക്കെ എടുത്തിട്ടുണ്ട്. കുയിൽ മീൻ ഫ്രൈ. ഇത് എന്താ പയറാണെന്ന് തോന്നുന്നു. പയറ്, അച്ചാറ്, ചെറിയൊരു ഉള്ളിക്കറി, ബാക്കി സാമ്പാർ കറിയൊക്കെ വരും. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞു. നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. സംഭവം കൊള്ളാം. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ, അടിപൊളി. ഇവിടുന്ന് ഗവിക്ക് 10 കിലോമീറ്ററാണുള്ളത് ബാക്ക്ഗ്രൗണ്ട്. ടൈപ്പ് ചെയ്തെടുക്കും. ഫുഡുണ്ടാവും, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് പമ്പ ഡാമാണ് കേട്ടോ. പമ്പ ഡാം. ആ റൗണ്ട് എന്നാന്ന് പറഞ്ഞേ? ശബരിമലയിൽ വെള്ളമില്ലാത്തപ്പോൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഇത് മറ്റേ സർവീസ് ബസ്സാണ്, സാധാ ബസ്.
ഈ മുകളിൽ കാണുന്നതെല്ലാം ശ്രീലങ്കക്കാരാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണെന്നാണ് പറയണത്. 950 കുടുംബങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. കാണാൻ പറ്റുമെന്നറിയില്ല. മുകളിൽ ചെറിയ വീടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ. കണ്ടോ, ഇതെല്ലാം ശ്രീലങ്കക്കാരാണ്. ഇതൊക്കെ അവരുടെ വീടാണ് കേട്ടോ. പന്നിയെ കണ്ടോ, ഈ കാണുന്നതാണ് ശ്രീലങ്കക്കാരുടെ വീടാണ് നീ പറഞ്ഞത്. പോയിക്കൊണ്ടേയിരിക്കും. ഇത് പൊന്നമ്പലമേട്ടിലോട്ട് പോണ വഴിയാട്ടോ. മകരജ്യോതിയൊക്കെ തെളിയില്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് പോണ വഴിയാണ്. പൊന്നമ്പലമേട്ടിലോട്ട് പോണ വഴിയാണിത്. ഇതുണ്ടോ, ഈ വഴിയാണ് കയറി പോണം. വീടാണ് കേട്ടോ. അതിലെ കയറ്റി വിടില്ല എന്നാണ് പറയണത്. ഇതാണ് മണിയടിപ്പാലം കേട്ടോ. പണ്ട് മണി അടിക്കുമായിരുന്നു പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊക്കെ മണി അടിക്കുമായിരുന്നു. ചെറിയ ജീവി കയറിയ വരെ മണി അടിക്കുമായിരുന്നു പറഞ്ഞു. നമ്മളിങ്ങനെ ഗവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഹൈറ്റിലേക്കാട്ടോ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കണേ. താഴെ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലേക്ക് എത്തി. നമ്മൾ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ കണ്ടോ, ഇതേ മലയെണ്ണാനിക്കുള്ളൂ. രണ്ടെണ്ണം ഇരിക്കുന്നു. രണ്ട് മലയെണ്ണ. ഇങ്ങനത്തെ കാഴ്ചകളാണ് ഗവിയിലെ കാഴ്ച. ഇത് കണ്ട നോക്കിയേ, സ്കൂളാണ് കേട്ടോ കാണുന്നത്. ഗവിയിലെ ഗവൺമെന്റ് LP സ്കൂൾ. ആനക്കും കാട് പോലെ ആ കണ്ടത് പഴയ സ്കൂളാണ് കേട്ടോ. ഇത് തമിഴ് മീഡിയം എന്നാണ് ഗവി. ഹായ്. ഈ കാണുന്ന ചെറിയൊരു അമ്പലമാണ്. മറ്റേ ഓർഡിനറി സിനിമയിൽ ഇവിടെ ഒരു ഷോട്ടുണ്ട് ആസിഫ് അലിയുടെ. പിന്നെ ഇതാണ് ടൗൺ, ഗവി ടൗൺ. ആ സിനിമയിലാകെ 4 ഷോട്ടുള്ളൂ കേട്ടോ ഗവി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ബാക്കിയെല്ലാം കാണിക്കുന്ന വാഗമണ്ണും മറ്റ് പല സ്ഥലങ്ങളൊക്കെയാണ്. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. കിട്ടുള്ളൂ. ആ സിനിമയിലൊക്കെ ഇതൊക്കെ ലൊക്കേഷനാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ആ സിനിമയെ കാണിക്കുന്നില്ലേ. എല്ലാവരും ഈ ഓർഡിനറി സിനിമ കണ്ടിട്ട് പോയി. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഗവി. ഇതാണ് പോസ്റ്റ് ഓഫീസ് ഗവിയിൽ. അപ്പോൾ ഈ കാണാനുണ്ടോ ഗവി, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഗവി ടൗൺ. കണ്ടോ, ഇത്രയാണ് ഗവി ടൗൺ. അപ്പോൾ ഇത് ഗവി ഡാമാണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. നമ്മൾ വന്ന വഴിക്കുള്ള
ലാസ്റ്റ് ഡാമാണ്. 5 ഡാമുണ്ട് ഗവിക്ക് വന്ന വഴിക്ക്. അതിലെ ഏറ്റവും അവസാനത്തെ ഡാമാണ് ഈ ഗവി ഡാം. ഒരു എക്കോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഗവി ഡാം. ദേവദാരു എന്ന് പറഞ്ഞ മരമാണ് ഇത്. ദേവദാരു കണ്ടോ? ഗവി ഡാം. ഇതാണ് ചെന്താമരക്കൊക്ക. മറ്റേ ഓർഡിനറി സിനിമയിൽ ആസിഫ് അലിയുടെ ബോഡിയൊക്കെ വലിച്ചെറിയുന്നില്ല ആസിഫ് അലി, അത് ഈ ഒരു സ്പോട്ടിലാണ്. പിന്നെ ആ ടയർ പഞ്ചറാവണ സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതെല്ലാം ഇവിടെയാണ്. സലീം കുമാർ വരുന്ന സീനും കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇതൊക്കെയാണ് ഗവിയിൽ ആ സിനിമയിൽ കാണിക്കുന്ന ലൊക്കേഷനുകളൊക്കെ കണ്ടോ. നമ്മളും ഓർഡിനറി വണ്ടിയിലാണ് കേട്ടോ. തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഫുള്ള്. ഇതാണ് ഗവിയുടെ ആംബിയൻസ്.